അസസ്മെൻറ്റ് ഫോർ ലേണിംഗിൽ യൂണിറ്റ് 5 ചാപ്റ്റർ 19 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് സ്ഥിരമായിട്ട് 4 മാർക്സിന് അല്ലെങ്കിൽ 2 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുഡ് ടെസ്റ്റ് എന്തിൻ്റെ ക്വാളിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഇഫക്റ്റീവ്ലി ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് ലേണിങ്ങിനെ വളരെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും ബൈ മെയിൻറ്റെയിനിങ് ഫെയർനെസ്, അക്യുറസി ആൻഡ് യൂസ്ഫുൾനെസ്. ഫെയർനെസ് വേണം, അക്യുറേറ്റ് ആയിരിക്കണം, യൂസ്ഫുൾനെസ് വേണം. അതിന് 9 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനൊരു ഇതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, കോംപ്രിഹെൻസീവ്നെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, പ്രാക്ടിക്കബിലിറ്റി, കമ്പാരബിലിറ്റി, യൂട്ടിലിറ്റി. ഈ 9 നമുക്ക് OOCV RDPCU എന്നുള്ള ഷോർട്ട് ഫോമിൽ ഓർത്ത് വയ്ക്കാം. OOCV RDPCU. ഓക്കെ, ഇപ്പോൾ OOCV RDPCU എന്നുള്ളത് എന്താണെന്ന് നോക്കാം. പിന്നെ ഓരോന്ന് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഒബ്ജക്റ്റിവിറ്റി. അതായത് ഒരു ടെസ്റ്റിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത് അതിൻ്റെ സ്കോറിങ്ങും ഇൻ്റർപ്രിട്ടേഷനും ആർ ഫ്രീ ഫ്രം പേഴ്സണൽ ബയസ്. അതായത് നോക്കുന്ന അധ്യാപകരുടെ എന്തെങ്കിലും പേഴ്സണൽ ബയസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഉണ്ടാവാം. അങ്ങനത്തെ പല കാര്യങ്ങളിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി അതിൻ്റെ സ്കോറിങ്ങും ഇൻ്റർപ്രിട്ടേഷനും ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ യൂണിഫോം ആൻഡ് ഫെയർ ഇവാലുവേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇപ്പോൾ എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആൻഡ് ഫെയർ ആയിരിക്കും. ഇപ്പോൾ MCQs ഒക്കെ എന്താണ്, അതിനൊരു ഫിക്സഡ് കീ ഉണ്ടെങ്കിൽ അതൊരു ഹൈലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അടുത്തതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. അതായത് ഈ ടെസ്റ്റിലെ ഓരോ ടെസ്റ്റ് ഐറ്റവും എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം ക്ലിയർ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ ലേണിംഗ് ഗോൾസുമായിട്ട് അസസ്മെൻറ്റ് അലൈൻ ചെയ്യുന്നതായിരിക്കണം. ഓരോ ഈച്ച് ക്വസ്റ്റിനും എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് റിഫ്ലക്ട് എ സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം ആൻഡ് ഇറ്റ്സ് വെയിറ്റേജ്. ഓരോ ക്വസ്റ്റിനും ഏതെങ്കിലും ഒരു ലേണിംഗ് ഔട്ട്കമ്മിനെ റിഫ്ലക്ട് ചെയ്തതായിരിക്കണം. അതാണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്സിൽ വരുന്നത്. തേർഡ് പോയിന്റ് ഈസ് കോംപ്രിഹെൻസീവ്നെസ്. ഇതിൽ വരുന്നത് എൻറ്റയർ സിലബസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ കണ്ടന്റിനെ അത് കവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ നോളേജ് ആൻഡ് സ്കിൽസിനെ കുറിച്ച് ഒരു ഹോളിസ്റ്റിക് അസസ്മെൻറ്റ്, ഒരു ടോട്ടൽ അസസ്മെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇംബാലൻസ്, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് കവർ ഓൾ ടോപ്പിക്സ്. അവിടെയാണ് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ കവറേജ് എന്നുള്ളതാണ് അർത്ഥം. അടുത്ത മെയിൻ പോയിൻ്റാണ് വാലിഡിറ്റി. ഇപ്പോൾ ഒരു ടെസ്റ്റിനെ നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് അക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ. എന്താണോ അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് മെഷർ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ഗ്രാമർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ യൂഷ്വലി എങ്ങനെയായിരിക്കും, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ അവിടെ മെമ്മറൈസേഷൻ ത്രൂ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ടെസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി 4 ടൈപ്സ് ഓഫ് വാലിഡിറ്റിയാണ് പ്രധാനമായിട്ടും വരുന്നത്. CCPO, കണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ആൻഡ് ഓപ്പറേഷണൽ വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ കണ്ടന്റ് അല്ലെങ്കിൽ ഫുൾ സിലബസ് കവറേജ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കണം. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് കോൺസെപ്റ്റ് ആണോ, എന്ത് ട്രേറ്റ് ആണോ അത് ഇൻറ്റൻഡഡ് ടു മെഷർ, അത് കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അടുത്തത് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. അതായത് ഫ്യൂച്ചർ പെർഫോമൻസിനെയൊക്കെ മുൻകൂട്ടി കാണാനോ മുൻകൂട്ടി പറയാനോ പ്രവചിക്കാനോ ആർക്ക് സാധിക്കണം, ഈ ടെസ്റ്റിന് സാധിക്കണം. അപ്പോൾ അതിന് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഫോർത്ത് വൺ ഓപ്പറേഷണൽ വാലിഡിറ്റി. ഈ ടാസ്ക് നമ്മുടെ ലേണിംഗ് ഔട്ട്കമ്മുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേഷണൽ വാലിഡിറ്റി ആയിട്ട് മാറും. വാലിഡിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ടു എ ടെസ്റ്റ് ആണ്. ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് വാട്ട് വാസ് ടോട്ട്, എന്താണോ നമ്മൾ പഠിപ്പിച്ചത് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാം, അത് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തതാണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ ഏത് ടൈമിൽ നടത്തിയാലും, ഏത് ഇവാലുവേറ്റർ വാല്യൂ ചെയ്താലും, ഏത് ഇക്വലൻറ്റ് ഫോംസ് കൊടുത്താലും സിമിലർ കണ്ടീഷൻസിലായിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഒരു ടെസ്റ്റ് ഇപ്പോൾ ജൂണിൽ നടത്തിയിട്ട് ചിലപ്പോൾ ഡിസംബറിൽ നടത്തുമ്പോഴത്തേക്കും റിസൾട്ട് വേരി ചെയ്യാം. അപ്പം സിമിലർ കണ്ടീഷൻസിൽ തന്നെ ആ റിസൾട്ട് ആ ടെസ്റ്റ് നടത്തുമ്പോൾ റിസൾട്ടിന് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ സിമിലർ റിസൾട്ട്സ് ആയിരിക്കും അത് തരാം. ഇനി 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നമുക്ക് റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, റിലയബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി. ഒന്ന് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. സെയിം ടെസ്റ്റ് തന്നെ സെയിം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് 2 ഡിഫറെൻറ്റ് ഒക്കേഷൻസിൽ നടത്തുന്നതിനാണ് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. ആ ടെസ്റ്റിനെ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഓഡ് നമ്പേർഡ്, ഈവൺ നമ്പേർഡ് ഐറ്റംസ് ആയിട്ടൊക്കെ അതിൽ കൊടുക്കാം. തേർഡ് വൺ ഈസ് പാരലൽ ഫോം മെത്തേഡ്. ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇത് എഴുതിയാലും മതിയായിരിക്കും. അത് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം വോണ്ട് ബി ദർ.
അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതുള്ളൂ. അപ്പോൾ പാരലൽ ഫോം മെത്തേഡ് എന്ന് പറയുന്നത് ഒരേ ടെസ്റ്റിൻ്റെ തന്നെ 2 ഇക്വലൻ്റ് ആയിട്ടുള്ള വേർഷൻസ്, അതായത് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റീഫ്രെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടോ കൊടുക്കുക. അപ്പോൾ സെയിം ഡിഫിക്കൽട്ടിയും സെയിം കണ്ടൻറ്റും ആയിരിക്കണം, പക്ഷേ അതിൻ്റെ ഫ്രെയിമിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് ഗീവൺ ടു ദ സെയിം ഗ്രൂപ്പിന് തന്നെ ഒരേ ടെസ്റ്റിൻ്റെ 2 ഡിഫറെൻറ്റ് വേർഷൻസ് കൊടുക്കുന്നതാണ് പാരലൽ ഫോം മെത്തേഡ്. ഇപ്പോൾ ഒരു വാലിഡ് ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾസോ മസ്റ്റ് ബി റിലയബിൾ എന്ന് പറയുന്നുണ്ട്. അടുത്തതാണ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഹൈ ആൻഡ് ലോ അച്ചീവേഴ്സിനെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഒരേ രീതിയിലാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ ആ ടെസ്റ്റിന് എന്തില്ല, വേരിയേഷൻ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് ഡിഫറെൻറ്റ് സ്കോറിങ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓഫ് വേരിയിങ് ഡിഫിക്കൽറ്റി നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. അടുത്തത് പ്രാക്ടിക്കബിലിറ്റി. ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വർക്കബിൾ ഇൻ ടേംസ് ഓഫ് ടൈം, റിസോഴ്സസ്, മാൻ പവർ ആൻഡ് കോസ്റ്റ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിർത്താൻ പറ്റണം, അതിനുള്ള റിസോഴ്സസ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതാവശ്യമായ ഇൻ്റർനെറ്റ് മറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവണം. അതാണ് റിസോഴ്സസ് എന്നുകൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി മാൻ പവർ എന്ന് പറഞ്ഞാൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ആവശ്യത്തിനായിട്ടുള്ള ടീച്ചേഴ്സും മറ്റു കാര്യങ്ങൾ വേണം. പിന്നെ കോസ്റ്റും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നായിരിക്കണം. ഇപ്പോൾ ഒരു 10 hour ടെസ്റ്റ് നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ അത് ഐഡിയൽ ആയിരിക്കാം, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഒരു സ്കൂൾ സെറ്റിങ്ങിൽ മാത്രമല്ല, ഒരു കോളേജ് സെറ്റിങ്ങിലാണെങ്കിലും. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ഡിസൈനാണ് നമുക്ക് വേണ്ടത്. അതാണ് പ്രാക്ടിക്കബിലിറ്റി. അതായത് നമുക്ക് പ്രാക്ടിക്കലി നടത്താൻ പറ്റുന്ന ഒന്നായിരിക്കണം. അടുത്തത് കമ്പയറബിലിറ്റി. ഇതിൻ്റെ സ്കോറ് നമുക്കൊരു കോമൺ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റണം. അതാണ് കമ്പയറബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ എല്ലാ ടെസ്റ്റ് ഫോംസിലും അതിൻ്റെ സെറ്റിങ്സിലൊക്കെ ഫെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് നോം റെഫറൻസിങ് ആണ്. അതായത് പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ പോസിബിൾ ആയിരിക്കണം. ഇനി 2 ഡിഫറെൻറ്റ് വേർഷൻസ് ആണെങ്കിലും അതിൻ്റെ ഔട്ട്കംസ് എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കമ്പയറബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഓവറോൾ യൂസ്ഫുൾനെസ് ഓഫ് ദി ടെസ്റ്റ് ആണ് ഇൻ അച്ചീവിങ് ദ എഡ്യൂക്കേഷണൽ പർപ്പസ്. എത്രത്തോളം അത് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ഫീഡ്ബാക്ക്, ഇൻസ്ട്രക്ഷണൽ ഇംപ്രൂവ്മെൻറ്റിലൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ടെസ്റ്റ് ആണെങ്കിൽ അതിന് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ഹാവ് ഹൈ യൂട്ടിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 9 കോമ്പണൻസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തതും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഇത്രയും കോമ്പണൻസ് ആണുള്ളത്: ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, കോംപ്രിഹെൻസീവ്നെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, പ്രാക്ടിക്കബിലിറ്റി, കമ്പയറബിലിറ്റി ആൻഡ് യൂട്ടിലിറ്റി. OOCV, RD, PCU. ഓക്കെ, ഇതിപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് വൈസ് പഠിച്ചാലും നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇറ്റ് വിൽ കൺസ്യൂം മോർ ടൈം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലുക്ക് ഇൻ ടു ദിസ്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ള, അപ്പോൾ ഇത് ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നത് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റീഡ് ദിസ്. അപ്പോൾ എക്സ്പ്ലനേഷൻ വിൽ ബി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഇറ്റ് ഹെൽപ്സ് ഇവാലുവേറ്റ് ദ എക്സ്റ്റെൻറ്റ് to which educational objectives have been achieved, diagnoses learning difficulties and guides further instruction. For a test to serve these purposes effectively, it must possess certain essential qualities. These qualities ensure that the test is fair, accurate, useful and aligned with the intended learning outcomes. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഡയഗ്നോസ് ചെയ്യുക, ഫർദർ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ചെയ്യുക. അപ്പോൾ ഈ പർപ്പസസ് എഫക്റ്റീവ്ലി നടക്കണമെങ്കിൽ ഇതിന് സർട്ടൻ എസെൻഷ്യൽ ക്വാളിറ്റീസ് വേണം. ഈ ക്വാളിറ്റീസ് ആണ് എന്ത് എൻഷുർ ചെയ്യുന്നത്, ടെസ്റ്റ് ഫെയർ ആണ്, അക്യുറേറ്റ് ആണ്, യൂസ്ഫുൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അലൈൻഡ് വിത്ത് ദി ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ്. The second important quality is objective basedness. A good test should be constructed based on clearly defined instructional objectives. The purpose of assessment is not merely to test memory, but to evaluate understanding, application, analysis, and other higher order thinking skills. Therefore, the test items must reflect the learning outcomes set during instruction. This alignment enhances the relevance and focus of the test. Second quality, objective basedness ആണ്. ഇവിടെ എന്താ പറയുന്നത്, ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒന്നായിരിക്കണം. പിന്നെ ഒരു ഗുഡ് ടെസ്റ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ടു ടെസ്റ്റ് മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, അനാലിസിസ് ആൻഡ് അതർ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിനെ ഇവാലുവേറ്റ് ചെയ്യുക.
ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ ലേണിംഗ് ഔട്ട്കം സെറ്റ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ. ഈ ഒരു അലൈൻമെൻറ്റിലൂടെയാണ് റിലവൻസ് ആൻഡ് ഫോക്കസ് ഓഫ് ദി ടെസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നത്. Comprehensiveness is another essential quality. The test should cover the entire content taught, ensuring that all topics and learning areas are adequately represented. A comprehensive test provides a holistic picture of a student's knowledge and skills and avoids overemphasizing any particular portion of the syllabus. ഇവിടെ പറയുന്നത് കോംപ്രിഹെൻസീവ്നെസ് ആണ് അനദർ ക്വാളിറ്റി. എൻറ്റയർ കണ്ടന്റ് നമ്മൾ പഠിപ്പിച്ചതെല്ലാം ഓൾ ടോപ്പിക്സ് ആൻഡ് ലേണിംഗ് ഏരിയാസ് അവിടെ അഡ്വക്കേറ്റഡ്ലി റെപ്രസെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. പിന്നെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് ഹോളിസ്റ്റിക് പിക്ചർ ഓഫ് ദി സ്റ്റുഡൻസ് നോളജ് ആൻഡ് സ്കിൽസ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് ദി സിലബസിനെ ഒരിക്കലും ഓവർ എംഫസൈസ് ചെയ്യരുത്. A test must also possess validity. It should measure what it is intended to measure. A test ensures that the references made from the scores are accurate and meaningful. Different types of validity include content validity, which means coverage of the syllabus, construct validity, assessment of the intended skill or trait. Then there is predictive validity, which means the ability to forecast future performance. Then operational validity, which is the alignment with instructional methods. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് മെഷർ ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മേക്ക് ചെയ്യുന്ന അനുമാനങ്ങൾ ഫ്രം ദ സ്കോർസ് അക്യുറേറ്റ് ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഉണ്ട്. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ കവറേജ് ഓഫ് സിലബസ്. കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ദി ഇൻറ്റൻഡഡ് സ്കിൽ ഓർ ട്രേറ്റ്. പ്രഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫോമൻസിനെ കുറിച്ച് പ്രവചിക്കാനുള്ള കഴിവ്. ഓപ്പറേഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ഈസ് റിലയബിലിറ്റി, which refers to the consistency of test results over time or across different assessors. Reliable test produces stable and consistent scores when repeated under similar condition. Techniques like test retest method, split half method, parallel form method can be used. അപ്പോൾ അടുത്തത് റിലയബിലിറ്റി ആണ്. ടെസ്റ്റ് റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എത്ര ഡിഫറെൻറ്റ് വാലുവേറ്റേഴ്സ് നോക്കിയാലും സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് സ്കോർസ് സിമിലർ കണ്ടീഷൻസിനെ നമ്മൾ ആ ടെസ്റ്റ് വീണ്ടും നടത്തുമ്പോൾ കിട്ടണം. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, പാരലൽ ഫോം മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. അടുത്ത നെസസറി ഫീച്ചറാണ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഹൈ അച്ചീവേഴ്സും ലോ അച്ചീവേഴ്സും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം. ഇഫ് എവരി സ്റ്റുഡൻറ് സ്കോർ സിമിലർലി ടെസ്റ്റ് ഫെയിൽസ് ടു ഫുൾഫിൽ ഇറ്റ്സ് പർപ്പസ്. ക്വസ്റ്റ്യൻസ് ഓഫ് വേരിയൻറ്റ് ഡിഫിക്കൽറ്റി ഷുഡ് ബി യൂസ്ഡ്. Next one is practicability, which refers to the feasibility of the test in terms of cost, time, resources and effort. However ideal, it is not useful if it is too lengthy, expensive or difficult to administer. A good test should be manageable within the available classroom conditions. Practicability യിൽ പറയുന്നത് നമുക്ക് ടൈം, കോസ്റ്റ്, റിസോഴ്സസ്, എഫേർട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. എത്ര ഐഡിയൽ ആണെങ്കിലും ലെങ്തി ആണ്, എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു അഡ്മിനിസ്റ്റർ ആണെങ്കിൽ അതൊരു ഫെയിലിയർ ആയിട്ട് മാറാം. ഗുഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മാനേജബിൾ ആയിരിക്കണം വിത്തിൻ ദി അവൈലബിൾ ക്ലാസ് റൂം ഓർ സ്കൂൾ കണ്ടീഷൻസ്. Comparability is also vital. It means the test score should be interpretable in relation to a common standard. Standardization and norm referencing can also be used. Finally, utility refers to the overall usefulness of the test in fulfilling its educational purpose. It should have clear goals, thoughtful construction and appropriate interpretation. So it serves not only the evaluation but also the improvement of instruction. Instruction improvement in കൂടിയാണ് contribute ചെയ്യുന്നത്. Overall usefulness of the test ആണ് utility. To conclude, a good test should be objective, purposeful, comprehensive, valid, reliable, discriminative, practical, comparable and useful. These qualities make the test a meaningful and effective tool in the educational process. Thank you.